ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert. ബസ്സിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിക്കറാണ് കേട്ടോ. ഇപ്പറേ ദിലീപിൻ്റെ പടം, അപ്പടെ നമ്മൾ കണ്ടത് ആ പടം ആരെയാണെന്നല്ലോ, നമ്മുടെ സുരാജിനെയാണ്. ഇത് ലാലേട്ടൻ്റെ മമ്മൂക്കാടെ അപ്പുറം കണ്ട്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കണ്ടില്ലേ, ഏറ്റവും ആർട്ടിസ്റ്റുകളുടെ പടം വെച്ചിട്ടുള്ളതാണ് ഇത്. അങ്ങനെയാണ് ഈ ബസ് സ്റ്റിക്കർ ഒടിച്ചിരിക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ആർട്ടും. അതോടൊപ്പം തന്നെ ഷോ ഡയറക്ടർമാരുടെ കണ്ടില്ലേ, രഞ്ജിത്തേട്ടൻ, നാദർഷാ, ഇടവേള ബാബുച്ചേട്ടൻ, അങ്ങനെ എല്ലാവരെയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്കാൻ ചെയ്യുക, ടിക്കറ്റ് എടുക്കുക. അപ്പം മറക്കണ്ട, സ്കാൻ ചെയ്യുക, ടിക്കറ്റ് എടുക്കുക. നാളെ 7 മണിക്കാണ് പ്രോഗ്രാം. 7 മണിക്ക് ആ 7 മണി പ്രോഗ്രാം കാണാൻ എവിടെ നിന്നും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്ന ഇപ്പോഴും ടിക്കറ്റ് ലഭിക്കും. കാരണം അത്രമാത്രം ആളുകളുണ്ട്. അതുകൊണ്ട് സ്റ്റേഡിയത്തിൽ കസേരയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടാണ് ഇപ്പോഴും ടിക്കറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കരസ്ഥമാക്കി നേരെ സ്റ്റേഡിയത്തിലേക്ക് നാളെ വരിക. അവിടെ പൊളിക്കാം നമുക്ക്. അപ്പം എയർപോർട്ടിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഫ്ലൈറ്റിലാണ് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് എയർപോർട്ടിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ എത്തിവരും പോവുകയാണ്. എന്തായാലും നമുക്കറിയാം ആ ഷോ കാണാനുള്ള തിരക്കാണ് മലയാളികളിവിടെ. അത്ര വലിയൊരു ഷോ ആയിരിക്കും. ലാലേട്ടൻ മമ്മൂക്കായുമുള്ള ഒരു ഷോ എന്ന് പറയുമ്പോൾ തന്നെ, ഒരുമിച്ചുള്ള ഷോ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പം എല്ലാവരും ഈ ബൈക്കിൽ നിൽക്കുന്നവരൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു ഷോയ്ക്ക് വന്നവരാണ്. കുറേ പേര് ഒരേ വണ്ടി വരുന്നു, അവരവർ പോകുന്നു. ഇതാണ് ഈ ഷോയുടെ പ്രത്യേകത. പല ഫ്ലൈറ്റിലാണ് വരുന്നത്. ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ലാത്തതുകൊണ്ട് പല ഫ്ലൈറ്റിലാണ് ആളുകൾ വന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടുന്നില്ല എന്ന് മാത്രമുള്ളൂ. ഏതായാലും ഒന്നും കൂടെ നമുക്ക് ആളുകളോട് ചോദിച്ച് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ നമുക്ക് ബാബുച്ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. ബാബുച്ചേട്ടാ, ഓക്കെ അല്ലേ? സമയം ഇപ്പോൾ എത്രയായിരുന്നു അറിയോ? സമയം നാട്ടിൽ 7:44. ഇവിടെ എത്രയായി? അല്ല, ഇവിടെ 7:44, അവിടെ 10:10. അവിടെ നമ്മൾ ഉണർന്നു. അതെ, ഇവിടെ ഉണർന്നിരിക്കുകയാണ്. അതെ. ഇനി ഉണർന്നിരിക്കുന്ന രാത്രികളാണ്. എല്ലാവരും ശരിയാവും. അതൊന്ന് ഉറങ്ങി എൻ്റെ ഉഷാറാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്ലാനിങ്? ഇങ്ങനെയല്ല, എല്ലാ ഷോയിനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേരളത്തിൽ ഷോ ചെയ്യാൻ മതിയെന്ന് വെക്കുന്നതിൻ്റെ കാരണം ഈ കൂട്ടിപ്പിടിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. ഷോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഈ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സ്ഥലത്തൊരു ഷോ ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാരണം. സ്റ്റേജ് വിസ, അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ്. ഖത്തറിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വിസയുടെ ഒക്കെ പ്രശ്നമാണ്. അല്ല, അതിപ്പോൾ ദുബായിലും ഒക്കെ ഉണ്ട്. ദുബായിൽ പക്ഷേ എങ്കിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എളുപ്പമല്ല. ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ഷോ അടിച്ചു പൊളിക്കും. ഇത് സാധാരണയാണ്, ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ അമ്മയുടെ മഴവിൽ മനോരമ ഷോവിന് ഏകദേശം 350ഓളം പേരെ കൊണ്ടുവന്നതാണ്. അതുപോലെ അങ്ങനെ വരും. ഇതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഒന്നും ഒരു പ്രശ്നമില്ല. ഷോ അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ആളുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് റംസാനെ കൊണ്ടുപോകാൻ വണ്ടി വന്നില്ല, ബാക്കി എല്ലാവരും കൊണ്ടുവന്ന് തോന്നുന്നു. റംസാൻ ഇവിടെ നിന്ന് പോക്ക് നടക്കുന്നില്ല. റംസാനെ, നിങ്ങൾക്ക് മാത്രമേ വണ്ടി വന്നില്ല, എല്ലാവർക്കും വണ്ടി വന്നല്ലോ. എന്നെ മാത്രം ഇവിടെ ഇട്ടേക്കാ. വെറുതെ ഇവിടെ ഡാൻസ് കളിച്ചിട്ട് പോയാൽ അല്ല, അവർക്ക് ഭയങ്കര ധൈര്യമാണ്. ഏറ്റവും ലാസ്റ്റ് വന്നാലും നമ്മൾ ആദ്യം തോന്നുന്നു. നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ല? എനിക്ക് ക്ഷീണേ ഇല്ല. അപ്പോൾ അതെ, അങ്ങനെ നമ്മൾ പോകണം. തസ്നി ഇറങ്ങാ പോകല്ലേ? പിന്നെ പോണ്ടേ, നമുക്ക് പൊളിക്കണ്ടേ? അപ്പോൾ എല്ലാവരും ഇറങ്ങി അല്ലേ? ഇനിയിപ്പം ഇന്ന് അടുത്ത 10 മണിയുടെ ഫ്ലൈറ്റ് അല്ലേ? കുറേ പേര് അടുത്ത 10 മണിയുടെ ഫ്ലൈറ്റ് ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. അങ്ങനെ എല്ലാ ഫ്ലൈറ്റുമായിട്ട് ഇന്നുണ്ട്. പല ഫ്ലൈറ്റുകളായിട്ട് എല്ലാവരും ഇവിടെ എത്തും. വൈകുന്നേരം സ്റ്റേജ് റിഹേഴ്സൽ. വൈകുന്നേരമാണ് സ്റ്റേജ് റിഹേഴ്സൽ. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേഡിയത്തെക്കുറിച്ചിടാം. ഹൈമറും മെസ്സിയൊക്കെ മുത്തമിട്ട സ്റ്റേഡിയത്തിൽ ലാലേട്ടനും മമ്മൂക്കായും ചേർന്ന് എന്തായിരിക്കും ഷോ, ഒന്നും പറയല്ല. ഷോ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോഴും ടിക്കറ്റ് കൗണ്ടറുകളിൽ ടിക്കറ്റ് വിറ്റുകൊണ്ടിരിപ്പുണ്ട്. ആ ടിക്കറ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുക്കാം. ആ ടിക്കറ്റ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഇപ്പോഴും ഷോ കാണാനുള്ള അവസരമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം അടിപൊളിയായിട്ടാണ് ഷോ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഖത്തറിൽ ഇത്രയും വർഷം കണ്ട ഷോയിൽ ഏറ്റവും ഗംഭീര ഷോ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പ് നൽകാൻ കഴിയും. നമ്മുടെ ഈ റിഹേഴ്സലും കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മൂവി വേൾഡ് മീഡിയയാണ് എന്ന കാര്യം ഓർക്കുന്നു. ഓക്സിജനാണ് നമ്മുടെ സ്പോൺസർ. അതോടൊപ്പം ജെയിൻ യൂണിവേഴ്സിറ്റി, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ സ്പോൺസർ. ഇന്ന് രാത്രി റിഹേഴ്സൽ, നാളെ 7 മണിക്ക് ഷോ.
ആ ഷോ തുടങ്ങിയാൽ 4 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഷോയാണ്. അപ്പം ഖത്തറിലുള്ള എല്ലാ മലയാളികളും ടിക്കറ്റ് എടുക്കാൻ തയ്യാറാവുക. ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി അടുത്ത ഫ്ലൈറ്റിന് വരുമ്പോൾ ആളുകളെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ, ബസ്സിൽ നമ്മൾ അവിടെ നിന്നും ബസ്സിൽ വന്നു, ഇവിടുന്ന് ഖത്തറിൽ നിന്നും ബസ്സിൽ. അങ്ങനെ നമസ്കാരം, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? അടിപൊളിയല്ല, പ്രശ്നമൊന്നുമില്ലോ? പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അടിപൊളിയാക്കാം. അടിപൊളിയാക്കാം. അപ്പം ഓക്കെ അല്ലേ? എല്ലാം എങ്ങനെ ഉണ്ടായിരിക്കും? പൊളിച്ചടക്കും. ടിക്കറ്റുകളൊക്കെ നല്ല രീതിക്ക് നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഒന്നടങ്കം കയറി തകർക്കും അല്ലേ? ഇതന്നെയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഫുൾ സെറ്റ്. ഫുൾ അടിപൊളിയല്ലേ? പിന്നെ പൊളിയല്ലേ? ഫുൾ പൊളിയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. ഫുൾ പൊളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് ദേ അവിടെ വന്നിരിക്കുന്നുണ്ട്. ആ ബസ് തന്നെ ഉണ്ടല്ലോ, ബസ് ഭയങ്കര രീതിക്ക് സെറ്റ് ചെയ്തേക്കണ ബസ്സാണ്. ആ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അല്ല, ആ ബസ്സിലല്ല പോകുന്നത്. അപ്പോൾ നിൽക്കാം, അതേ കാണുന്നതാണ് ബസ്. അതൊന്ന് ആ ബസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഇവൻറ്റിൻ്റെ ബസ്സാണ്. ഇങ്ങനെ 6-7 ബസ്സാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഓരോ ആളുടെയും, ലാലേട്ടൻ്റെയും മമ്മൂക്കാടെയും ഒക്കെ പടം വെച്ചുള്ള ബസ്സുകൾ, അതോടൊപ്പം സുരാജിൻ്റെ ബസ്, അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളും മെയിൻ ആർട്ടിസ്റ്റുകളുടെ പടം വെച്ചുള്ള ബസ്സാണ്. ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കിടന്ന് ഓടുന്നുണ്ട്. ആ ബസ്സിൽ തന്നെ നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്. അതാണ് ഏറ്റവും പ്രത്യേകത കേട്ടോ. ഏറ്റവും പ്രത്യേകത നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്തെടുക്കാനുള്ള സൗകര്യവും ഈ ബസ്സിലുണ്ട്. അങ്ങനെ ബസ്സുകൾ അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ യാത്ര തുടരുകയാണ്. എൻ്റെ ആളുകളെല്ലാം ഓടി വരികയാണ്. ഇങ്ങനെ നിരവധി ബസ്സുകളാണ് ഇരിക്കുന്നത്. ഈ ബസ്സിൻ്റെ പ്രത്യേകത നമ്മൾ കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ സ്കാനിങ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ വേറെ ബസ് കൊണ്ട് നിർത്തുന്ന സ്ഥലത്ത് തന്നെ സ്കാനിങ് ഉണ്ട്. ഈ സ്കാനിങ് നമ്മൾ ചെയ്താൽ നമുക്ക് ടിക്കറ്റ് ഇവിടെ നിന്ന് തന്നെ എടുക്കാവുന്ന രീതിക്ക് അങ്ങനെയാണ് എല്ലാ ബസ്സും സെറ്റ് ചെയ്തേക്കുന്നത്. ബസ് കുറേ ദിവസമായിട്ട് ബസ് ഇങ്ങനെ ഇവിടെ കിടന്ന് ഓടുകയാണ്. ബസ് എത്ര ദിവസമായിട്ട് കിടന്നോടുന്നു? ഇത് എത്ര ദിവസമായിട്ട് കിടന്നോടുന്നു? അല്ല, നിങ്ങളൊന്ന് പറഞ്ഞു, എത്ര ദിവസമായി? അല്ലല്ല, അത് 4 ദിവസം. 4 ദിവസമല്ലേ? എങ്ങനെയുണ്ട് എല്ലാ സ്ഥലത്തും പോയി റെസ്പോൺസ് ഒക്കെ? ഈ ബസ് 1 മാസം ഓടും. റെസ്പോൺസ് എങ്ങനെയുണ്ട് ആളുകളിലൊക്കെ? നല്ല റെസ്പോൺസ് അല്ലേ? അപ്പോൾ കണ്ടില്ലേ, നല്ല റെസ്പോൺസാണ് ആളുകൾക്ക് ഉള്ളതെന്ന് പറഞ്ഞത്. ഇത് വേറെ ബസ് കണ്ടില്ല, ലാലേട്ടൻ കണ്ടില്ലേ, നമ്മുടെ ലാലേട്ടനും മമ്മൂക്ക ഇരിക്കുന്നുണ്ടല്ലേ. ദേ ഇരിക്കുന്നു താരരാജാക്കന്മാർ. നോക്ക്, താരരാജാക്കന്മാരുടെ ഗംഭീര വണ്ടി. ഇത് 1 മാസമായിട്ട് ഇവിടെ കിടന്ന് ഓടുകയെന്ന് പറഞ്ഞു. 1 മാസമായിട്ട് ഈ വണ്ടി ഇവിടെ കിടന്ന് ഓടുന്നു പറഞ്ഞു. ഇങ്ങനെ അവിടെയുണ്ട് ബസ്സുകൾ ഗംഭീരമായിട്ടാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാൻ പോവുകയാണ്. ദേ കണ്ടില്ലേ, കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ കണ്ടില്ലേ, നമ്മുടെ ഇവൻ്റാണ്. ഇവൻ്റെ ഖത്തറിലാണ്. സ്റ്റേഡിയം 974. ഈ സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ പറഞ്ഞു, നെയ്മറും മെസ്സിയും ഒക്കെ കാൽപന്തുകളിൽ മുത്തമിട്ട സ്റ്റേഡിയത്തിൽ നമ്മുടെ താര രാജാക്കന്മാർ ലാലേട്ടനും മമ്മൂക്കായുടെ നേതൃത്വത്തിൽ വലിയ ഒരു താരസംഗമമാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി റൂമിലേക്കുള്ള യാത്രയാണ്. റൂമിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇനിയും റൂമിൽ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ.